നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ സുഴൽ ദ വോർട്ടെക്സ് എപ്പിസോഡ് 4. അപ്പോ ആരംഭിക്കലാങ്കളാ. എപ്പിസോഡ് തുടങ്ങുന്നത് രജനിയുടെ വീട്ടിലേക്ക് ഇരച്ചെത്തുന്ന ഷൺമുഖത്തിനെയും തൊഴിലാളികളെയും കാണിച്ചുകൊണ്ടാണ്. രജന ഒട്ടും ഭയക്കാതെ തോക്കും പിടിച്ച് അവരുടെ മുമ്പിലേക്ക് വരുന്നു. വടിവേല് തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ടൈമിൽ സക്കര നന്ദിനിയും പയ്യന്മാരെയും കൂട്ടി ജീപ്പിൽ അങ്ങോട്ടെത്തുന്നു. നന്ദിനി ജീപ്പിൽ നിന്നിറങ്ങി എല്ലാവരോടും ശാന്തരാവാൻ പറയുന്നു. എന്നിട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നു. അതിശയത്തിന്റെ കൂട്ടുകാർ സക്കരയോടും നന്ദിനിയോടും എല്ലാ കാര്യം പറഞ്ഞിരുന്നു. ശരിക്കും അതിശയം നിളയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുകയായിരുന്നില്ല, അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇത് കേട്ട് ഷൺമുഖം രജനിയും വിശ്വസിക്കാനാവാതെ നന്ദിനിയെ നോക്കുന്നു. ഷൺമുഖം രജനിയും നേർക്ക് നേരെ കണ്ടാൽ ഉടക്കായതുകൊണ്ട് കുട്ടികൾക്ക് അവരോട് ആരോടും ഇക്കാര്യം പറയാൻ പറ്റിയില്ല. ഇപ്പോൾ അവർ രണ്ടുപേരും ബോംബെയിൽ എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് നന്ദിനി എല്ലാവരോടും തിരിച്ചുപോയി അവരുടെ കാര്യം നോക്കാൻ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അടുത്ത ദിവസം നേരം വെളുക്കുന്നു. രജനയുടെ വീട് കാണിക്കുമ്പോൾ അതിശയത്തിന് അവർ വാങ്ങിയ ഡ്യൂക്ക് ബൈക്ക് വീടിന് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അകത്ത് സക്കരയും ഷൺമുഖവും നന്ദിനിയും ദേവിയുണ്ട്. അപ്പൊ സക്കര അതിശയം വോയിസ് റെക്കോർഡ് ചെയ്ത് കൂട്ടുകാരെ ഏൽപ്പിച്ചിരുന്നു. അവരാണ് അതിശയത്തിന്റെ ഫോണിൽ നിന്നും അത് രജനിക്ക് അയച്ചത്. പിന്നെ അവന്റെ ഫോണിൽ നിള എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിലും കുറെ വോയിസ് മെസ്സേജുകൾ അതിശയം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ലൗഡ് സ്പീക്കറിൽ പ്ലേ ചെയ്യാൻ ഗുണ പറയുന്നു. സക്കര അങ്ങനെ ചെയ്യുന്നു. അതിൽ അതിശയം എങ്ങനെയാണ് നിളയുമായി പ്രണയത്തിലായതെന്ന് പറയുന്നു. ഫ്ലാഷ് ബാക്ക്. നിള ഖോഖോ കളിക്കുമായിരുന്നല്ലോ. അങ്ങനെ ഒരു ദിവസം സ്പോർട്സ് മീറ്റിന് പോയപ്പോൾ അവിടെ വെച്ചാണ് അതിശയം നിളയെ ശ്രദ്ധിക്കുന്നത്. നിള നന്നായിട്ട് ഖോഖോ കളിക്കുമായിരുന്നു. അവൾ കാരണം അവളുടെ സ്കൂൾ ടീം ജയിക്കുന്നു. അന്ന് ബെസ്റ്റ് ക്യാപ്റ്റനുള്ള കപ്പ് നിളയ്ക്ക് കൊടുത്തത് ത്രിലോകായിരുന്നു. അവൻ നിളയ്ക്ക് കപ്പ് കൊടുക്കുമ്പോൾ അവിടെ കവിളിത്തട്ടി അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെ നിളയ്ക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കപ്പ് മേടിച്ചതിന് ശേഷം മലരും കൂട്ടുകാരികളും കാറിൽ പോകുന്നു. നിള അവളുടെ സ്കൂട്ടറിലാണ് വന്നത്. അവൾ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അതിശയം അവളോട് വന്ന് സംസാരിക്കുന്നു. അതിശയം റജിനയുടെ മകനാണെന്ന് നിളയ്ക്ക് അറിയാമായിരുന്നു. അതിശയം നിളയുടെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കാറിൽ പോയപ്പോൾ മലർ കണ്ടത്. പക്ഷെ മലർ അതിശയം നിളയെ ശല്യപ്പെടുത്തുകയായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ചു. കാരണം അവരെല്ലാവരും വിചാരിച്ചിരുന്നത് അതിശയം ഒരു റൗഡി പയ്യനാണെന്നായിരുന്നു. എന്നാൽ ശരിക്കും അതിശയം ഒരു നല്ല പയ്യനായിരുന്നു. പിന്നീട് ഒരു ദിവസം അതിശയം കൂട്ടുകാരോടൊപ്പം KGF കാണാൻ തിയേറ്ററിൽ പോയപ്പോൾ അന്ന് അവിടെ നിളയും മലരും ഉണ്ടായിരുന്നു. അവരിരുന്നതിന്റെ പുറകിലെ സീറ്റിലായിരുന്നു അതിശയം കൂട്ടുകാർ ഇരുന്നത്. അവർ തിയേറ്ററിൽ ഭയങ്കര അലമ്പായിരുന്നു. നിളയെ അതിശയം കണ്ടില്ല. അപ്പൊ സിനിമയിൽ റോക്കി ബായ് അമ്മയെ കുറിച്ച് പറയുന്ന ഭാഗമില്ലേ, உலகத்துல தாயை விட பெரிய சக்தி எதுவுமே இல்லை. ഇത് ആ ഭാഗം വന്നപ്പോൾ അതിശയം കരയുന്നു. അത് നിള കാണുന്നുണ്ടായിരുന്നു. പിന്നീട് ഇന്റർവെൽ സമയത്ത് പുറത്ത് വെച്ചാണ് അതിശയം നിളയെ കാണുന്നത്. അപ്പൊ നിള അതിശയം കരഞ്ഞത് കണ്ട കാര്യം പറയുന്നു. അത് കേട്ട് അതിശയം ഇത് പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ മൂഞ്ചി ഞാൻ ഉടയ്ക്കും എന്ന് പറയുന്നു. അപ്പൊ നിള അതിന് കുറച്ച് ചിലവാകും, ഞാൻ ഇത് ആരോടും പറയാതെ ഇരിക്കണമെങ്കിൽ എനിക്ക് ഐസ്ക്രീം വാങ്ങി തരണം എന്ന് പറയുന്നു. പെങ്കൊച്ചിന് ക്രഷ് വന്നു. അപ്പൊ അതിശയം ഓക്കെ എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആരുമില്ലാത്ത സ്ഥലത്ത് പോകാമെന്ന് നിള പറയുന്നു. അപ്പൊ അതെവിടെയാണെന്ന് അതിശയം ചോദിച്ചപ്പോൾ നിള ഒന്നും മിണ്ടാതെ പോകുന്നു. അപ്പൊ അതിശയം അവളുടെ പുറകെ നിൽക്കാൻ പറഞ്ഞു വരുന്നതാണ് മലർ കണ്ടത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് മലർ അറിഞ്ഞിരുന്നില്ല. പിന്നീട് അതിശയവും നിളയും ഒരു കൊക്കയുടെ അടുത്തുള്ള ശ്മശാനത്തിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. അതാണ് ആരുമില്ലാത്ത സ്ഥലം. ശ്മശാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അവിടെ അവരുടെ കുറച്ച് റൊമാൻറ്റിക് ടോക്സ്. അടുത്ത സീനിൽ പ്രസന്റ് കാണിച്ചപ്പോൾ രജനിയുടെ വീട്ടിലേക്ക് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ അതിശയവും നിളയും തമ്മിലുള്ള ഫോൺ കോൾ റിപ്പോർട്ട് വടിവേലിന് കൊടുക്കുന്നു. വടിവേലു അത് ഷൺമുഖത്തിനെ കാണിക്കുന്നു. വീണ്ടും തിരിച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഷൺമുഖവും രജനിയും തമ്മിൽ ഒരു പ്രശ്നത്തിന്റെ പേരിൽ തർക്കിക്കുന്നത് കാണിക്കുന്നു. അത് കണ്ട് നിള സങ്കടത്തിലാവുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് അതിശയവും നിളയും അവരുടെ റിലേഷൻ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. ഒരു ദിവസം അവരുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസ് ഇല്ലേ, സെമിത്തേരി, അവിടെ നിന്ന് നോക്കിയാൽ സിമന്റ് ഫാക്ടറിയും കാണാം. അപ്പൊ അവിടെ വെച്ച് അവർ കണ്ണ് കെട്ടി കളിക്കുകയാണ്. അതിശയം നിളയുടെ കണ്ണ് കെട്ടിയിട്ട് പിന്നീട് അവളെ പുറകിൽ നിന്നും കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ നിള അവനെ തള്ളി മാറ്റിയിട്ട് അവനോട് ദേഷ്യപ്പെടുന്നു. അതിശയം അതിന് നിളയോട് സോറി പറയുന്നുണ്ട്. പക്ഷെ നിള പെട്ടെന്ന് ദേഷ്യത്തിൽ അവനെ ബലമായി കെട്ടിപ്പിടിച്ചിട്ട് നിനക്ക് ഇതല്ലേ വേണ്ടത്, നീ മറ്റുള്ള പൊറുക്കി പയ്യന്മാരെ പോലെയല്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് അതിശയം നിളയെ തള്ളി മാറ്റിയിട്ട് നീ എന്നെ ദേഷ്യത്തിൽ ചീത്ത വിളിച്ചിരുന്നതിൽ കൂടി എനിക്ക് പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് അറപ്പാവുന്നു എന്ന് പറഞ്ഞിട്ട് നിളയോട് പിണങ്ങി അവിടെ നിന്ന് പോകുന്നു. അതിശയം പുറമേ പരുക്കനായിരുന്നെങ്കിലും ശരിക്കും ഒരു നല്ല മനസ്സിനുടമയായിരുന്നു. പക്ഷെ പിന്നീട് നിള അങ്ങനെയൊക്കെ സംഭവിച്ചതിന് അതിശയത്തോട് സോറി പറയുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആയി. അവർ ഓക്കെയാണ്. പരസ്പരം മനസ്സിലാക്കുന്ന ലവേഴ്സ് ആണ് അവർ. എല്ലാ കപ്പിൾസും അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലേ? പരസ്പരം മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളെന്നേ ഭൂരിഭാഗവും. ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പൊ സാമ്പുലൂർ ഒരു ചെറിയ ഗ്രാമമായതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും പരസ്പരം അറിയാം. പ്രത്യേകിച്ച് ഷൺമുഖം തൊഴിലാളി യൂണിയൻ നേതാവായതുകൊണ്ട് ഷൺമുഖത്തിനെയും കുടുംബത്തിനെയും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ റിലേഷൻ ആരെങ്കിലും അറിയുമോ എന്ന് നിളയ്ക്ക് ശരിക്കും നല്ല ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ മറ്റുള്ള എല്ലാവരുടെ മുമ്പിൽ തമ്മിൽ ഉടക്കാണെന്ന് അഭിനയിച്ചു. ഒരു ദിവസം അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഷൺമുഖത്തിന്റെ ഒരു കൂട്ടുകാരൻ ആ വഴി വരുന്നത് കണ്ട് പേടിച്ച് നിളയോട് അതിശയം അവനെ അടിക്കാൻ പറയുന്നു. ആദ്യമൊന്നും അടിച്ചെങ്കിലും അതിശയം നിർബന്ധിച്ചപ്പോൾ നിള അവനെ അടിച്ചിട്ട് ദേഷ്യപ്പെടുന്ന പോലെ അയാളുടെ മുമ്പിൽ അഭിനയിക്കുന്നു. പിന്നീട് വേറൊരു ദിവസം ട്യൂഷൻ സെന്ററിന് മുമ്പിൽ വെച്ച് നിളയ്ക്ക് പൂ കൊടുത്ത വായി നോക്കി പയ്യനെ അതിശയം വിരട്ടുന്നു. അവനാണ് ആദ്യം സക്കരയോട് അതിശയത്തെക്കുറിച്ച് പറഞ്ഞ ആ പയ്യൻ. പിന്നീട് ഒരു ദിവസം അവൻ ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിൽ സൊള്ളിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മലർ വന്നത്. അപ്പൊ അതിശയം പറഞ്ഞിട്ട് തന്നെയാണ് അവൻ നിളയെ കയറി പിടിക്കുന്ന പോലെ അഭിനയിച്ചതും പിന്നീട് മലർ അകത്തേക്ക് വന്ന് അതിശയത്തെ തള്ളി മാറ്റി നിളയെ വിളിച്ചുകൊണ്ട് പോയതും. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ അതിശയം നിളയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന പോലെ അവർ അഭിനയിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും രജനിയും ഷൺമുഖം തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം നിളയെ അതിശയം സംസാരിച്ചുകൊണ്ടിരുന്നു.
ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുന്ന നിള ചോദിച്ചപ്പോൾ ഒളിച്ചോടിയാലോ എന്ന് അതിശയം ചോദിക്കുന്നു. പിന്നീട് വീട്ടിലെത്തിയ നിള അതിശയം പറഞ്ഞു തോർത്ത് ആകെ ടെൻഷനിലും കൺഫ്യൂഷനിലുമാണ്. അവൾക്കൊന്നും സംസാരിക്കാൻ പോലും ആരുമില്ല. അവളുടെ ചേച്ചി നന്ദിനിയെ വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് തിരക്കാണെന്ന് പറഞ്ഞ് നന്ദിനി ഫോൺ വെക്കുന്നു. അച്ഛന്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ അതിലും വലിയ തൊഴിലാളി പ്രശ്നത്തിനിടയിലാണ്. നിളയ്ക്കൊരു സ്വഭാവമുണ്ട്, അവൾക്ക് സൈലൻസ് ഇഷ്ടമല്ല. അതുകൊണ്ട് എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കും. ഞാനും അങ്ങനെയാണ്, എനിക്കും സൈലൻസ് ഇഷ്ടമല്ല. ഒന്നില്ലെങ്കിൽ പാട്ടോ കോമഡിയോ കേട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നീട് നിള അതിശയത്തിനെ കണ്ട് അവൻ പറഞ്ഞ പോലെ ഒളിച്ചോടെന്ന് പറയുന്നു. പക്ഷെ അതിശയം അന്നതൊരു ആവേശത്തിന് പറഞ്ഞായിരുന്നു. നിളയ്ക്കാണെങ്കിൽ പ്രായപൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇപ്പൊ എങ്ങനെ ഒളിച്ചോടെന്ന് അതിശയം പ്രാക്ടിക്കലായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നിള അത് സമ്മതിക്കാതെ നീ എന്നെ പറഞ്ഞു പറ്റിച്ചതാണല്ലോ എന്ന് പറഞ്ഞ് കരച്ചിലാകുന്നു. അവസാനം അതിശയം സമ്മതിക്കുന്നു. പിന്നീട് നിളയാണ് അവരുടെ ഒളിച്ചോട്ടത്തിന്റെ പ്ലാൻ എല്ലാം ഇട്ടത്. ബർത്ത്ഡേ പാർട്ടിക്ക് കൂട്ടുകാരോടൊപ്പം മൂന്നാർ പോകുവാണെന്ന് വീട്ടിൽ പറയാൻ പറഞ്ഞത്, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്, ഒളിച്ചോടി കുറച്ച് നാളത്തേക്ക് ചെലവിന് വേണ്ട പൈസ എങ്ങനെ ഒപ്പിക്കും എന്ന് വേണ്ട എല്ലാം നിള പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെയാണ് അന്ന് രാത്രി ആ ചുവന്ന ഒമിനി വാനിൽ നിള കയറിയത്. വാനിൽ അതിശയവും കൂട്ടുകാരും ഉണ്ടായിരുന്നു. വാനിനകത്ത് വെച്ച് അതിശയം അവളുടെ ID കാർഡ് എടുത്ത് ഇനി ഇത് നിനക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വലിച്ചെറിയുന്നു. ആ ID കാർഡാണ് ആദ്യ എപ്പിസോഡിൽ റോഡ് സൈഡിൽ നിന്ന് സക്കരയ്ക്ക് കിട്ടിയത്. പിന്നെ നിള പറഞ്ഞിട്ടാണ് 3 ദിവസം അയക്കാനുള്ള ആ വാട്സ്ആപ്പ് വോയിസ് മെസ്സേജുകൾ അതിശയം റെക്കോർഡ് ചെയ്ത് വെച്ചത്. കാരണം എങ്ങാൻ അവർ ഒളിച്ചോടുന്ന രജന അറിഞ്ഞാൽ അവൾ പോലീസല്ലേ, ഉടനെ അലർട്ട് ആവും. അങ്ങനെ അവരുടെ പ്ലാൻ എല്ലാം കൊളാവും. അതുകൊണ്ട് നിളയുടെ ബുദ്ധിയെ അതിശയം അഭിനന്ദിക്കുന്നുണ്ട്. അങ്ങനെ അതിശയത്തിന്റെ കൂട്ടുകാർ അവനെയും നിളയും സാമ്പലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടിട്ട് പ്ലാൻ പോലെ മൂന്നാറിന് പോകുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് നിളയുടെ ID കാർഡ് കിട്ടിയ സ്ഥലത്ത് നിന്ന് സംസാരിക്കുകയാണ് സക്കരയും നന്ദിനിയും. അപ്പൊ നന്ദിനി, നിളയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും, കാരണം നേരത്തെ ഞാനും ഈ നാട് വിട്ടു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ആങ്സൈറ്റി അറ്റാക്ക് വരുമായിരുന്നു, ഓർമ്മയില്ല എന്ന് ചോദിച്ചപ്പോൾ ഓർമ്മയുണ്ടെന്ന് സക്കര പറയുന്നു. ഈ നാട്ടിൽ നിന്നും പോയതിനു ശേഷം എനിക്ക് പിന്നെ അത് വന്നിട്ടേ ഇല്ലെന്ന് നന്ദിനി പറയുന്നു. അടുത്ത സീനിൽ സക്കര ഉത്സവം നടക്കുന്നിടത്ത് ഡ്യൂട്ടിക്ക് എത്തുന്നു. നന്ദിനിയെ കാണിച്ചപ്പോൾ തിരിച്ച് കോയമ്പത്തൂരിലേക്ക് പോകാൻ തുടങ്ങിയാണ് അവൾ. പിന്നീട് അവൾ അച്ഛനോട് യാത്ര പറഞ്ഞു പോകുന്നു. അപ്പോൾ ദേവി ഷൺമുഖത്തിന് ഒരു ചായമായിട്ട് വരുന്നു. പെട്ടെന്ന് ഷൺമുഖം ദേവിയോട് അതുവരെ അവൻ ചെയ്ത തെറ്റുകൾക്ക് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി മാപ്പ് ചോദിക്കുന്നു. ദേവി ഷൺമുഖത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത്രയുള്ള കാര്യം, തെറ്റ് മനസ്സിലാക്കിയാൽ മാപ്പ് പറയാനുള്ള മനസ്സും ആ മാപ്പ് സ്വീകരിക്കാനുള്ള മനസ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കുണ്ടെങ്കിൽ ഏത് ബന്ധം സ്ട്രോങ് ആയിട്ട് നിലനിന്ന് പോകും. അങ്ങനെ ഇന്ന് മയാനക്കൊല ഉത്സവത്തിന്റെ 4ാം ദിവസമാണ്. ഇന്നാണ് അമ്മനെ, അതായത് ദേവിയെ കുളത്തിലിറക്കുന്നത്. അതായത് ദേവിയുടെ പുതിയ ശില്പമാണ് ഇനി മുതൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ പഴയ ശില്പം കുളത്തിൽ നിമഞ്ജനം ചെയ്യും. അതാണ് ചടങ്ങ്. അങ്ങനെ ആഘോഷമായി ആളുകൾ എല്ലാവരും ചേർന്ന് ശില്പം ഒരു പാറമടയുടെ താഴെയുള്ള കുളത്തിൽ നിമഞ്ജനം ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. പിന്നീട് രാത്രിയായി. നന്ദിനി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്ത് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് 4 ദിവസം മുമ്പ് 2 കുട്ടികൾ ഒളിച്ചോടിയ ഒരു കേസ് ഉണ്ട്. അപ്പൊ അന്ന് രാത്രി 10 മണിക്ക് ശേഷം ഏതെല്ലാം ട്രെയിനാണ് ഈ സ്റ്റേഷൻ വഴി പോകുന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട് നന്ദിനി അങ്ങോട്ട് ചെന്ന് ആ കോൺസ്റ്റബിളിനോട് ഇപ്പോഴും ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ കോൺസ്റ്റബിൾ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം, പ്രൊസീജിയർ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ കോൺസ്റ്റബിളിനോട് അവിടെയുള്ള ബോർഡിൽ ഒരാഴ്ചത്തെ ഫുൾ ലിസ്റ്റ് ഉണ്ട്, അതിൽ ആളുകളുടെ പേരും ഉണ്ടാവും, നോക്കിക്കോളൂ എന്ന് പറയുന്നു. കോൺസ്റ്റബിൾ നന്ദിനിയും ആ ബോർഡിൽ ചെന്ന് പരിശോധിക്കുന്നു. അപ്പോൾ അതിലൊരു ലിസ്റ്റിൽ നിളയുടെയും അതിശയത്തിന്റെയും പേരുണ്ട്. അവരുടെ പേര് കണ്ട ലിസ്റ്റുള്ള ട്രെയിൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കോൺസ്റ്റബിൾ ചോദിച്ചപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ വന്ന് നോക്കിയിട്ട് അത് കോയമ്പത്തൂർക്കാണ് എന്ന് പറയുന്നു. പക്ഷേ അവരുടെ പേരിന്റെ ഏറ്റവും അറ്റത്ത് GW എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം അതിശയവും നിളയും ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഗുവാഹട്ടിക്കാണ്. കോയമ്പത്തൂർ ചെന്നിട്ട് വേറെ ട്രെയിൻ മാറി കയറണം. പക്ഷെ അതിശയത്തിന്റെ കൂട്ടുകാർ പറഞ്ഞത് അവർ ബോംബെക്ക് പോയി എന്നാണല്ലോ. നന്ദിനി ഉടനെ അവളുടെ മൊബൈൽ എടുത്ത് അതിശയത്തിന്റെയും നിളയുടെയും ഫോട്ടോ സ്റ്റേഷൻ മാസ്റ്റർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇവരോട് വന്നിരുന്നു ഒന്ന് ഓർത്ത് പറയാൻ പറയുന്നു. സ്റ്റേഷൻ മാസ്റ്റർ ഫോട്ടോ നോക്കിയിട്ട് അന്ന് മയാനക്കൊല ഉത്സവത്തിന്റെ കൊടിയേറ്റ ദിവസമല്ലായിരുന്നു, അന്ന് വയസ്സായ 2 പേര് മാത്രമാണ് ട്രെയിൻ കയറിയത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. നന്ദിനി ടെൻഷനായി ഉടനെ സക്കരെ ഫോൺ വിളിക്കുന്നു. സക്കര ഉത്സവത്തിന്റെ തിരക്കിനിടയിലാണ് ഡ്യൂട്ടിയിൽ. അതുകൊണ്ട് അവൻ അല്പം മാറി എന്ന് നന്ദിനിയുടെ ഫോൺ എടുത്തിട്ട് അവളോട് ഉറക്കെ സംസാരിക്കാൻ പറയുന്നു. നന്ദിനി അവനോട് കാര്യം പറയുന്നു. അത് കേട്ട് സക്കര ഞെട്ടുന്നുണ്ട്. അപ്പോഴേക്കും ആളുകൾ ആഘോഷത്തോടെ ദേവിയുടെ ശില്പം മുകളിൽ നിന്നും താഴെ വെള്ളത്തിലേക്ക് ഇടുന്നു. പുറകെ കുറെ കുട്ടികളും വെള്ളത്തിലേക്ക് ചാടുന്നു. ശില്പം വെള്ളത്തിൽ പതുക്കെ താഴ്ന്നു പോകുന്നു. അപ്പൊ അവിടെ വെള്ളത്തിനടിയിൽ കെട്ടിപ്പിടിച്ച നിലയിൽ അതിശയത്തിന്റെയും നിളയുടെയും ബോഡി കാണുന്നു. ആ സീൻ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പൊ ബോംബെക്ക് പോയി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഗുവാഹട്ടിക്ക് ടിക്കറ്റ് എടുത്ത നിളയും അതിശയവും എങ്ങനെയാണ് സ്വന്തം ഗ്രാമത്തിലെ തന്നെ ഈ കുളത്തിലെ വെള്ളത്തിന്റെ അടിയിൽ വന്നത്? അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കഥ ഇനി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്.